നമ്മുടെ ഇന്നത്തെ ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിലെ വിഷയം അവതരിപ്പിക്കുന്നത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 2, 3 സ്റ്റെപ്പുകൾ നമ്മളോട് വിശദീകരിച്ച് അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഫിലിപ്പ് ജോൺ മുംബൈയാണ്. ഫിലിപ്പ് ജോൺ സാറിനെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പ് സാറെ, നമുക്ക് തുടങ്ങാം. നമസ്കാരം, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ്. ഹലോ, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു അംഗമാണ്. നിങ്ങളെ ഈ വേദിയിൽ വിളിച്ച് നിങ്ങൾക്കൂടെ ഈ സ്റ്റെപ്സ് 1, 2 and 3 പറ്റി സംസാരിക്കാൻ തന്നെ അവസരത്തിനായിട്ട് വളരെ നന്ദി, പ്രത്യേകിച്ച് രാംചേട്ടനോട്. ഞാനിപ്പം പലപ്പോഴായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഫാൻസി എന്തുവാ എന്നെ പറ്റി. ഞാനൊരു മലയാളം പറയുന്നവനാണ്, പകുതി മലയാളവും പകുതി ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളാണ്. എനിവേ, ഇതിനകത്ത് നോക്കാനുള്ളത് മെസ്സേജാണ്. അതിനുള്ള എന്താണ് സന്ദേശം, ആ സന്ദേശമാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ ഒരു മദ്യപാനിയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു മദ്യപാനിയുടെ വാട്ട് ഈസ് ഒരു റെഫറൻസസ് എന്തോ ആണ് ഒരു മദ്യപാനിയുടെ. എനി ഇൻഡിവിജ്വൽ ഹു കനോട്ട് ഗ്യാരണ്ടി ഹിസ് ഓർ ഹെർ ബിഹേവിയർ ആഫ്റ്റർ ദേ പിക്ഡ് അപ്പ് ദാറ്റ് ഫസ്റ്റ് ഡ്രിങ്ക് ഇസ് എസെൻഷ്യലി ആൻ ആൽക്കഹോളിക്. അപ്പം ഏതോ ഒരു വ്യക്തി ആദ്യത്തെ ആ ഒരു ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവനെ പറ്റി തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലയെന്ന് പറയുന്ന ഒരാളാണ് ആൽക്കഹോളിക് എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ഡ്രിങ്ക് എടുക്കുന്നത് ഒരു ഈസ് ആൻഡ് കംഫർട്ടിന് വേണ്ടിയാണ്. നമ്മുടെ ബിഗ് ബുക്കിനകത്ത് പറയുന്ന മെൻ ആൻഡ് വിമൻ ഡ്രിങ്ക് എസെൻഷ്യലി ബിക്കോസ് ദേ ലൈക്ക് ദി ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. ദ സെൻസേഷൻ ഇസ് സോ എലൂസീവ് that while they admit it is injurious, they cannot after a time differentiate the true from the false. To them, their alcoholic life seems to be the normal one. They are irritable, restless and discontented unless they can experience that sense of ease and comfort that comes by taking that few drinks. ഒരു മദ്യപാനി കുടിക്കുന്നതിൻ്റെ കാരണം എന്തോ അവന് ബിക്കോസ് അതിൻ്റെ ആ ഇഫക്റ്റ്, ആ സെൻസേഷൻ, ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെൻസേഷൻ അവനിൽ വരുന്നതിൽ. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ബാധ്യമാകുന്നില്ല? ഈ 100-ൽ ഇപ്പം ആൽക്കഹോളിക്സ് എത്ര എന്ന് പറഞ്ഞാൽ 1 in 7, 7-1 ഹു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ആൽക്കഹോളുമായിട്ട് കോണ്ടാക്ട് വരുന്നവർ, അതിൽ ഒരാൾ എസെൻഷ്യലി ആൻ ആൽക്കഹോളിക് ആണെന്ന് പറയുന്നില്ല. 7-1 ആൽക്കഹോളുമായിട്ട് സംബന്ധിച്ച് കഴിയുമ്പോൾ മേ എസെൻഷ്യലി ബിക്കം എൻ ആൽക്കഹോളിക്. സോ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു എൻ്റെ അറിവിൽ ഇതൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല, നമ്മുടെ ബുക്കിനകത്ത് എഴുതിയിട്ടില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അങ്കിൾസ്, ഇവരെല്ലാം കുടിച്ച്, എൻ്റെ മദർ വരെ ഒരു അഡിക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു. പുള്ളിക്കാരിയുടെ അഡിക്ഷൻ ഈ മരുന്നായിരുന്നു, പിൽ പൂപ്പിംഗ് എന്ന് പറയും, മരുന്നായിരുന്നു. സെൽഫ് ഡയഗ്നൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഉള്ള മരുന്നെല്ലാം കഴിക്കുമായിരുന്നു എൻ്റെ അമ്മ. സോ ആ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു കുഴപ്പം. എന്നാൽ എനിക്ക് 2 അനിയന്മാരുണ്ട്. അവർക്ക് ഈ കുടിക്കാനുള്ള കുഴപ്പമില്ല. അവർ കുടിച്ചു കഴിഞ്ഞാൽ അവർ പാട്ടുപാടുകയും രസം ഉണ്ടാക്കും. പക്ഷേ പിറ്റേ ദിവസം അതിനെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ഛേദമില്ല. ദേ നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ജീവിതത്തെ നിയന്ത്രിക്കാനും ജീവിതം ജീവിക്കുവാനും ജീവിതത്തോട് മല്ലിട്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ചെറുപ്പം തൊട്ടേ മദറിൻ്റെയും ബാക്കിയുള്ളവരുടെയും പ്രൊട്ടക്ഷനിലായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വിജയിച്ചും ഒക്കെ പോകുന്നിടത്ത് ഞാനൊരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പിന്നെ ബുക്കിനകത്ത് പറയുന്ന ശാരീരികവും മാനസികവുമായിട്ട് ഞാൻ മറ്റുള്ളവരുമായിട്ട് വ്യത്യസ്തമായിരുന്നു. സോ ഞാൻ നോർമലായിട്ടുള്ള ഒരു ജീവിതം, ഒരു നോർമലായിട്ടുള്ള ഒരു സൃഷ്ടി അല്ലായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം.
ഇത് ആൽക്കഹോളിസം എന്ന് പറയുന്നത് അതൊരു ഡിസീസാണ്. ഡിസ്ഈസ് എന്ന് വെച്ചാൽ ഞാൻ സ്വസ്ഥതയിലല്ലെന്നുള്ളതാണ് ഡിസീസിൻ്റെ മീനിങ്. എന്നപ്പോൾ എൻ്റെ മനസ്സിനൊരു സ്ഥിരതയില്ലായിരുന്നു. ഞാൻ ജനിച്ചപ്പം തൊട്ടേ, എനിക്ക് അറിവുള്ളപ്പം തൊട്ടേ ഒരു എന്ത് വേണം എനിക്കൊന്നും എനിക്കറിയില്ല, എന്നാൽ എല്ലാം വേണം താനും. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. ഞാൻ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ എന്തു വേണേലും കാണിക്കുമായിരുന്നു. അത് കിട്ടാത്തപ്പം എനിക്ക് വളരെ സങ്കടമുള്ള കാര്യങ്ങളായിരുന്നു. അതെല്ലാം മനസ്സുകൊണ്ട് ഞാൻ ഇമോഷണലായിട്ട് ഞാൻ വളരെ വണറബിൾ എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. സോ അത് കാരണം കൊണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് ആയിരുന്നു. ദേഷ്യം വരുന്നത് ഒരു ഞൊടി എടുക്കുന്നതിന് മുമ്പേ ദേഷ്യം വല്ലതും പറഞ്ഞ് അതിന്. സോ ഒരു വിധത്തിൽ കൂടെ നോക്കുമ്പം ജീവിതം സാധാരണപ്പെട്ടവർ നേരിട്ടുകൊണ്ട് പോകുന്ന പോലെ എനിക്ക് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കാനില്ലായിരുന്നു. എനിക്കത് സാധിക്കില്ലായിരുന്നു. സ്കൂളിൽ വെച്ച് തന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഈ ലേണിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു. ഡിസ്ലെക്സിയ എന്ന് പറയും. ആ ഡിസ്ലെക്സിക്കായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് വലിയ പ്രയാസമുള്ള കാര്യം എന്ന് വെച്ചാൽ എന്നോട് വായിക്കാൻ പറഞ്ഞാലോ ഞാൻ വായിക്കുന്നത് കണക്ഷൻ ഇല്ലാതായിരുന്നു വായിക്കുന്നത്. എനിക്ക് ആ വേർഡ്സ് മുൻപും പിമ്പുമായിട്ടുള്ള ആ ഒരു റേഷ്യോ, ആ പ്രൊനൗൺസിയേഷൻ ശരിയാകത്തില്ലായിരുന്നു. അപ്പം ക്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ക്ലാസ് കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വേറെ കൂട്ടുകാരുടെ കൂടെ ഞാൻ വളർന്നത് എമർജൻസിയുടെ ടൈമിലായിരുന്നു. എമർജൻസി മൊറാർജി ദേശായി പ്രൊഹിബിഷൻ കൊണ്ടുവന്നയൊക്കെ സമയത്ത് അപ്പം എല്ലാവരും പോയി കട്ട് കുടിക്കുമായിരുന്നു. അങ്ങനെ ഞാനും പോയി കട്ട് കുടിക്കാൻ തുടങ്ങി. ഞാൻ ആ കുടി തുടങ്ങി എനിക്ക് ഒരു 12-13 വയസ്സ് കാണും ആ ഒരു സമയത്ത്. അതുവരെയൊക്കെ എങ്ങനെ തട്ടി നീക്കി മുന്നോട്ട് പോയെന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമായിരിക്കും അത് പറയാൻ. പക്ഷേ എനിക്ക് ഇത്രമാത്രം എനിക്കറിയായിരുന്നു. എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ്, എൻ്റെ പേഴ്സണാലിറ്റി ഡിസോർഡർ, എനിക്ക് മറ്റുള്ളവരെ പോലുള്ള മറ്റുള്ളവരെ പറ്റിയുള്ള മതിപ്പ്, എന്നെ പറ്റി തന്നെയുള്ള ഒരു മതിപ്പ്, പേടി. എൻ്റെ ജീവിതം നിയന്ത്രിച്ചിരുന്നത് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ചെയ്യുന്നത് എന്നാൽ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ പേടിയിൽ നിന്ന് എനിക്കൊരു കിക്ക് കിട്ടുമായിരുന്നു. അത് കേൾക്കുമ്പം മനുഷ്യർക്ക് അതൊരു അഡ്വേഴ്സ് ഇഫക്റ്റായിട്ട് തോന്നും. പക്ഷെ ആ പേടിയിൽ നിന്ന് വല്ലതും കുരുത്തക്കേട് കാണിച്ചിട്ട് പിടിക്കാതിരിക്കുമെന്നെങ്കിൽ പിടിക്കുമോ എന്നുള്ള പേടി, അത് പിടിക്കാതിരിക്കുമായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് കാറ്റ് ഒരു ശ്വാസം വിട്ട് ഒരു പോക്കുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള ത്രിൽസ് ആയിരുന്നു എൻ്റെ വളർച്ചയിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പേടി മാറ്റാനായിട്ട് ഞാൻ എന്തും ചെയ്യുമായിരുന്നു. മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ടും പേടി മാറ്റാനായിട്ട് ഞാൻ പലതും കാണിക്കുമായിരുന്നു. ആ ഇടയ്ക്കിനാണ് ആൽക്കഹോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലോട്ട് വന്നത്. ആ മദ്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അത് ഞാൻ അന്നേരം കിട്ടിയ ഉടനെ ഞാൻ പറഞ്ഞു, ഇതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇതുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ ഒക്കും എന്നുള്ളൊരു ധൈര്യം. ആ പേടി മാറി ധൈര്യമായി. ആ ധൈര്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിപ്പോയി. എന്നിട്ട് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രസീവ് ഇൽനെസ്. അത് ആദ്യം തുടങ്ങിയത് ഒരു ചെറിയ ഡ്രിങ്കിലായിരുന്നു. ഒരു കുപ്പിയുടെ ക്യാപ്പിനകത്ത് ഇട്ടിട്ട് അത് ഞാൻ കുടിച്ചതാണ്. അത് കഴിഞ്ഞ് കുപ്പിയുടെ ക്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പെഗ് മാറി ഒരു ഫുൾ പെഗ്ഗായി, പിന്നെ ഒരു ക്വാർട്ടർ ബോട്ടിൽ പിന്നെ ഹാഫ് ബോട്ടിൽ കഴിഞ്ഞ് പിന്നെ അത് ഫുൾ ബോട്ടിൽ പിന്നെ കുടിക്കുന്നതിനൊരു കണക്കില്ലാതായി. രാവിലെ രാത്രി കുടിക്കുന്നത് അത് പിന്നെ ഉച്ചയ്ക്കോട്ട് നീങ്ങി. ഉച്ചയ്ക്ക് ഇത് ശരിയാകാതെ വന്നപ്പം രാവിലെ അപ്പം 24 മണിക്കൂറും കുടിക്കുമായിരുന്നു. സോ ടോട്ടൽ ഡിപ്പെൻഡൻസി. ആരാണ്ടിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇതിനൊരു അടിമയായിപ്പോയി. ആൽക്കഹോൾ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്കങ്ങ് പോയി. എനിക്ക് എന്നെപ്പറ്റി തന്നെയുള്ള ബഹുമാനവും എന്നെപ്പറ്റി തന്നെയുള്ള മാനവും എല്ലാം പോയി. എങ്ങനെയും ഓരോ ദിവസങ്ങൾ തള്ളി നീക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ മരിക്കാനൊക്കോ അതും പറ്റത്തില്ല, ജീവിക്കാനൊക്കോ അതും വയ്യ. ആ ഒരു catch-22 സിറ്റുവേഷനിലാണ് ഞാൻ വന്ന് നിന്നത്.
അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് എങ്ങോട്ട് പോകണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ വിദ്യാഭ്യാസം നിന്നു, എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഗോൾമാലായി. ഞാൻ വളരെ എൻ്റെ അനിയന്മാരും എൻ്റെ കുടുംബം എന്നെ വളരെ സപ്പോർട്ടീവായിരുന്നു. പക്ഷേ അവർക്കും ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു എനിക്ക് എന്ത് പറ്റുന്നെന്നുള്ളത്. എനിക്കാരെയും വിഷമിപ്പിക്കണമെന്നോ വേണ്ട ദിനം കാണിക്കണമെന്നോ വല്ലവരെയും ചീത്ത വിളിക്കണമെന്നോ ഇങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഈ കുടി സമയത്ത് ഞാൻ നോക്കുവാണെങ്കിൽ 22 വർഷം കുടിച്ചു. ആ ഇതിൽ ഞാൻ ആദ്യം ആരോടും വഴക്കിടാൻ പോയിട്ടില്ല, തല്ലിനും അടിക്കൊന്നും പോയിട്ടില്ല. 1-2 ഇൻസിഡൻറ്റ് ഇവിടെയോ അവിടെയോ ഒക്കെ ഉണ്ടായിരുന്നു. ആരാണ്ട് ഒരു വലിയ സോഡ് എൻ്റെ പുറത്ത് ഊരി വന്ന് അങ്ങനെയൊക്കെയുള്ള. പിന്നെ ആക്സിഡൻറ്റ്സ് കുറേ നടന്നു, ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കാര്യങ്ങളല്ല ഉള്ളായിരുന്നു. പക്ഷേ ആ ചെറിയ കാര്യം ഒരു ആൽക്കഹോളിക്കിന് ഒരു വൻ സംഭവമാണ്. എന്ന് വെച്ചാൽ അത് മതി എനിക്ക് അതിനെ ഓർത്ത് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കി പോയി ഒരു ഗ്ലാസ് എടുക്കാൻ. എൻ്റെ കാരണം ഇതും അതല്ലായിരുന്നോ. റിസെൻറ്റ്മെൻ്റ് എന്ന് പറയും, ആ ഒരു ദേഷ്യം ഞാൻ സങ്കല്പിച്ച് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കും. ആ കൊണ്ട് നടക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ അതെന്നെ കുടിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. സോ റിസെൻറ്റ്മെൻറ്റ്, ആങ്കർ, ഫിയർ, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദ്രോഹം, ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസ്. ഞാൻ ജീവിക്കാൻ യൂസ് ചെയ്ത ഈ ഐറ്റംസ് ഇതൊക്കെയാണ്. അതിനാണ് പറയുന്നത്, ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടൻറ്റഡ് എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരിക്കലും ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു മനസ്സായിരുന്നു. ഇറിറ്റബിൾ, എപ്പോഴും ശാഠ്യം, റെസ്റ്റ്ലെസ്, ഒന്നുകൊണ്ടും തൃപ്തിയില്ലാത്ത ഒരു ഡിസ്കണ്ടന്റ്, തൃപ്തിയില്ലാത്ത ഒരു ജീവിതം. സോ ഈ ഒരു ജീവിതം തീരെ അങ്ങ് വഹിക്കാൻ വയ്യാതാകുമ്പോൾ ഞാനൊരു ഡ്രിങ്ക് എടുക്കും. ആ ഡ്രിങ്ക് അപ്പോഴത്തേക്ക് ആ ഒരു കുറച്ച് സമയത്തേക്ക് അത് മൂടി വെക്കും. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു പ്രായം 10-22 കൊല്ലം എന്തും വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ട് ആ ഒരു ആൽക്കഹോളിക്ക് ജീവിക്കുന്നത്. നോക്കുന്നവർക്ക് ഒരു ആൽക്കഹോളിക്ക് ഒരു അഹങ്കാരി, തെമ്മാടി, പോക്രി എന്ത് വേണേലും വിളിക്കാം. പക്ഷേ അവനിൽ തന്നെ കുടിച്ച് മരിക്കുന്നത് അവനറിയാം. അവനെ തന്നെ ഒന്ന് സഹായിക്കാൻ ഒക്കുന്നില്ല. ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഒരു ആൽക്കഹോളിക്കിൻ്റെ അവസാന ദിവസങ്ങളിൽ. വേറെ ഒരു മാർഗമില്ല, വേറെ ഒരു മാർഗം കാണുന്നില്ല. അപ്രോച്ച് ചെയ്യുന്നവരെല്ലാം അഡ്വൈസ് തരുക, പക്ഷെ ഒരു സൊല്യൂഷൻ തരുന്നില്ല ആരും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പ്രൊപ്പോസിഷൻ. ആ ഒരു ഇതിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത് 86-ൽ. ആദ്യം വരുമ്പോഴൊക്കെ ഈ ആൽക്കഹോൾ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കൊരു അടിമയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, ഈ അടിമകളായിട്ട് ജോലി ചെയ്യുന്നവരെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അറിയില്ല. നമ്മുടെ ഒരു ചെറിയ ഉദാഹരണത്തിന് കിളി. നിങ്ങൾ പലരും കിളികളെ വളർത്തി കാണും. അതിനെ കൂടിനകത്തിട്ട് വളർത്തിയാൽ അത് കുറച്ച് കഴിഞ്ഞ് അതിനെ അഴിച്ചു വിട്ടാൽ മറ്റുള്ള കിളികൾ അതിനെ കൊല്ലുകയോ അതിനെ അവിടുന്ന് പറപ്പിക്കുകയോ ചെയ്യും. കാരണം അതിന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ അറിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു ആൽക്കഹോളിക്ക് പലപ്പോഴും കുടി നിർത്തിയിട്ടുണ്ട്, പക്ഷെ അത് നിർത്തിയിരിക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം അവൻ ആ കിട്ടുന്ന സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ നിയന്ത്രിക്കണം, അവനെ തന്നെ നിയന്ത്രിക്കണമെന്ന് അവനറിയില്ല. അത് പല രാജ്യങ്ങളിലും നോക്കിയാൽ, ഇറാൻ, ഇറാഖ് എന്നൊക്കെ, അവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതാണല്ലോ. ആ സ്വാതന്ത്ര്യം കിട്ടിയത് അവർക്ക് ഉപയോഗിക്കാൻ അറിയാതെ അവർ പിന്നെയും തിരിച്ച് ആ പഴയ റൂളിങ്ങിലോട്ട് തന്നെ, ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് പോകുന്നതന്നെ കാണും. ബിക്കോസ് അവരൊരു അടിമയായിട്ടേ അവർക്ക് ജീവിക്കാൻ അറിയുള്ളൂ. അത് കാണിക്കുന്ന ഞാൻ പറയുന്ന ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്ന, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, അത് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. സോ ആ ഒരു സ്വാതന്ത്ര്യം ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത കാരണമാണ് ഞാൻ പിന്നെയും തിരിച്ച് കുടിക്കാൻ പോകുന്നത്. ആ ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാട്ട് യു കോൾ സൊല്യൂഷൻ എന്തായിരുന്നു? ആ ഇറിറ്റബിൾ, റെസ്റ്റ്, അതിൻ്റെ സൊല്യൂഷൻ ആയിരുന്നു ആൽക്കഹോൾ.
ഞാൻ ആ ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റഡ് ആയിട്ടുള്ള ആ ഒരു ജീവിതം, എനിക്ക് ജീവിക്കാൻ വയ്യ, നിയന്ത്രിക്കാൻ വയ്യ, എൻ്റെ തല എന്നെ തിന്നാൻ തുടങ്ങുമ്പോൾ ഞാൻ പോയൊരു ഡ്രിങ്ക് എടുക്കുമ്പം അത് ശാന്തമാകും. സോ അതിൻ്റെ സൊല്യൂഷനായിരുന്നു ആൽക്കഹോൾ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആൽക്കഹോളിന് ഞാൻ അലർജിക് ആൽക്കഹോളിന്. ഞാൻ ഒരു പെഗ് കുടിച്ചാൽ എനിക്ക് നിർത്താനൊക്കത്തില്ല. ഞാൻ കുടിച്ച് പിന്നെ അത് കുടിച്ച് തീരെ തലയ്ക്ക് ലെവലില്ലാതെ വരുന്നേരം വരെ കുടിക്കണം. 1 drink is not enough and 100 are too little എന്ന് പറയും. അപ്പോൾ ഒരു ഡ്രിങ്ക് കൊണ്ട് എനിക്ക് ഒരിക്കലും നിർത്താനൊക്കത്തില്ല. സാധാരണപ്പെട്ടവന്, ഒരു നോർമൽ ഡ്രിങ്കറിന് ഒരു ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവന് വേണ്ടെന്ന് പറയാം. രാവിലെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഭാര്യ വഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അവർ അത് നിർത്തും. പക്ഷെ ആൽക്കഹോളിക്ക് ഒന്ന് കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ്റെ മോട്ടീവ്സ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ ക്ലിയർ. ഞാൻ 1-2 ഡ്രിങ്ക് ചെയ്യുന്നു കുടിക്കത്തുള്ളൂ. അത് കുടിച്ചു കഴിഞ്ഞ് ഞാൻ മര്യാദവനായിട്ട് വീട്ടിൽ പോയി ചാപ്പാടും കഴിച്ച് ദൈവത്തിനെ വിളിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന്. പക്ഷെ അത് ഒരിക്കലും സാധിക്കത്തില്ല. സോ ആ ഒരു സ്ഥിതിയിലാണ് നോർമലായിട്ടുള്ള മനുഷ്യർ ഒരു ആൽക്കഹോളിക്കിനെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു പരിഹാരം, ഒരു പോംവഴി കണ്ടെത്താനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വന്നത്. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള ഒരു പ്രോഗ്രാം. ഞാൻ കുടിക്കാൻ നിർത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആധ്യാത്മികമായിട്ട് എനിക്ക് വളർച്ചയില്ലായിരുന്നു. എൻ്റെ അറിവ്, അതിനെപ്പറ്റിയുള്ള വികാരങ്ങൾ തീരെ ഇല്ലായിരുന്നു. സോ സ്പിരിച്വൽ ഗ്രോത്ത് ഇസ് ദ മെയിൻ കമ്പോണൻറ്റ്. അപ്പോൾ ആ സ്പിരിച്വലായിട്ട് ജീവിക്കാനും ജീവിതത്തെ മെല്ലിടാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു 12 പടികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ 12 പടികളിൽ കൂടെ ആത്മീയമായിട്ട് ജീവിതത്തെ നേരിട്ടിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ചിന്തകളിൽ ഞാൻ ഇടപെടാതെ മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള ഒരു വഴി. ഇതായിരുന്നു എൻ്റെ പ്രോബ്ലം. എനിക്ക് എന്നെപ്പറ്റി തന്നെ ഒരു മതിപ്പില്ല. സ്വയം എനിക്ക് വേണ്ടി എന്നെപ്പറ്റി തന്നെ ചിന്തിക്കാൻ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സോ ആ വ്യക്തിത്വം, ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാകാനായിട്ട് ഈ 12 പടികൾ, ആ ഉണർവ് ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ആൽക്കഹോളാണ്. എന്ന് വെച്ചാൽ കുടിച്ചാൽ ഇനി മരിച്ചു പോകും എന്നുള്ളത്. വി വർ അറ്റ് ദ ജമ്പിങ് ഓഫ് പ്ലേസസ് എന്ന് പറയും ആൽക്കഹോളിക്സ് അനോണിമസിലെ ബുക്കിനകത്ത്. അപ്പം ഞാൻ ഇനിയും കുടിച്ചാൽ ഞാൻ ചാടി മരിക്കും എന്ന് പറയും. പക്ഷേ സെൽഫ് നോളജ് മാത്രം മതിയോ ഇതും കൊണ്ട്? ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്ക് കിട്ടി. അത് പഠിക്കാനും, അത് പ്രാക്ടീസ് ചെയ്യാനും, അത് വായിക്കാനും, അത് തന്നെ തിരിച്ചറിയുവാനും ഉള്ള ഒരു കഴിവൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഒരാൾ സോബറാകുന്നതെന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ കൂട്ടായ്മ കൂടെ സോബറാകുന്നതെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. ഇതിനു മുമ്പേ ആരാണ്ട് സൂചിപ്പിച്ചു, ഒരു സ്പോൺസറും ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. അത് പക്ഷേ അടുത്ത സ്റ്റെപ്പിലാണ് വരുന്നത്. അത് ഇപ്പോഴത്തെ ഇതിൽ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ റെഡിയാക്കിയതും ആൽക്കഹോളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇനിയും കുടിച്ചാൽ മരിച്ചു പോകും. എൻ്റെ ഈ ഒരു 30-31 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ റിലേഷൻഷിപ്സും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഭാഗ്യത്തിന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, സംബന്ധം ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരാളുടെ ജീവിതം നശിപ്പിക്കാതെ കഴിച്ചുകൂട്ടി. പക്ഷെ എന്നാലും അത് നിർത്തിക്കഴിഞ്ഞിട്ടും ഒരു ഉന്മേഷണമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഞാൻ ആദ്യം കുറച്ച് നാൾ കുടിക്കാതിരുന്നു. പക്ഷേ കുടിക്കാതിരുന്നുകൊണ്ട് മാത്രം കാര്യമായോ? ഒരു സന്തോഷപ്പെട്ട ഒരു ഫലപ്രദമായ ഒരു ജീവിതമില്ലെങ്കിൽ അതിനൊരു രസമില്ല. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ 12 സ്റ്റെപ്പിൽ ആദ്യത്തെ 3 സ്റ്റെപ്പിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം എയിൽ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ പവർലെസ് ഓവർ ആൽക്കഹോൾ, മൈ ലൈഫ് ഇസ് അൺമാനേജബിൾ. പേഴ്സണൽ, എൻ്റെ സ്വയം പവർലെസ്നെസ്, ബലഹീനത, ആൽക്കഹോളിൻ്റെ മുന്നിലുള്ള ബലഹീനത. ഇതിപ്പം ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ഐ എം പവർലെസ് ഓവർ പവർലെസ് ഓവർ ആൽക്കഹോൾ, പിന്നെ ഒരു ചെറിയ അപ്പോസ്ട്രോഫി ഉണ്ട്. മൈ ലൈഫ് ഇസ് അൺമാനേജബിൾ, എൻ്റെ ജീവിതം എനിക്ക് നിയന്ത്രിക്കാനൊക്കത്തില്ല എന്നുള്ള ആ ഒരു 2 സ്റ്റെപ്പിൽ. അപ്പം നോക്കുമ്പോൾ പവർലെസ് ഓവർ ആൽക്കഹോൾ ആണ് എൻ്റെ വാട്ട് യു കോൾ
എന്നെ നശിപ്പിച്ചത്. ആൽക്കഹോളാണ് എന്നെ നശിപ്പിച്ചത്. ഞാൻ അതിൻ്റെ ഒരു വിക്റ്റമാണ്, ഞാൻ അതിൻ്റെ ഒരു അടിമയാണ്, എൻ്റെ ജീവിതം അസ്തവസ്തമാണെന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി നോക്കുവാണെങ്കിൽ എൻ്റെ ജീവിതം അസ്തവസ്തമായ കാരണമാണ് ഞാൻ കുടിച്ചത്. എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കി, ഞാൻ നേരത്തെ സംസാരിച്ച എൻ്റെ ബലഹീനതകളും എൻ്റെ കാര്യക്കുറവിൻ്റെ കുറച്ച് വെച്ച് ഞാൻ സംബന്ധിച്ച ആ ബലഹീനതകളാണ് എന്നെ ആൽക്കഹോൾ കുടിപ്പിച്ചത്, എന്നെ കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സമാധാനം വേണം. എൻ്റെ തല നിറച്ച് ഓരോരുത്തർ കയറി ഇരുന്ന് നിരങ്ങും അങ്ങ്. ഞാൻ പറയുന്ന റെൻറ്റ് തരാതെ ഒരുപാട് പേര് എൻ്റെ തലയിൽ താമസിക്കുന്നുണ്ട്. അവരെ എല്ലാം കൊണ്ടാണ് ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഉറക്കം വരുമോ? ഇല്ല. എല്ലാവനും ഒരുത്തന് കാശ് കൊടുക്കാനുണ്ട്, ഒരുത്തൻ എന്നെ ചീത്ത പറഞ്ഞു, മറ്റവൻ എൻ്റെ പെണ്ണും പിള്ളേ കണ്ണിറുക്കി. ഇത് വേണ്ട. അന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടിയ ഡോസേജ് മുഴുവൻ കൊണ്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടൻറ്റഡ്. ഞാൻ പോയൊരു ഡ്രിങ്ക് എടുക്കും. ഇപ്പം ഈ മണ്ടയ്ക്ക് കിടന്നുകൊണ്ട്, ഈ പാർലമെൻറ്റിൽ കിടന്നുകൊണ്ട് അടി ഇടുന്നതൊന്ന് ശാന്തമാക്കണമല്ലോ, അതിന് വേണ്ടി പോയി കുടിക്കുന്നത്. അപ്പം എൻ്റെ അൺമാനേജബിലിറ്റിയാണ് എന്നെ കുടിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ ബാഡ് ലക്കിന് ഞാൻ ആൽക്കഹോളിന് അലർജിക്കാണ്. ആ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ ഒക്കത്തില്ല. പവർലെസ് ഓവർ ആൽക്കഹോളും എൻ്റെ ലൈഫ് ബീങ് അൺമാനേജബിലിറ്റി. എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. എൻ്റെ അൺമാനേജബിലിറ്റി അതുപോലായിരുന്നു. കാശ് തന്നാൽ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്സ് നിലനിർത്താൻ അറിയത്തില്ല. അത് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ എന്തും വേണ്ടി ദ്രോഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തെ ഫാക്റ്റ് എന്തുവാന്ന് വെച്ചാൽ, ഞാൻ വേണമെന്ന് വിചാരിച്ചല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ ആ ആൽക്കഹോളിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ ആൽക്കഹോൾ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമെന്നുള്ള ഒരു വിചാരം എനിക്കുണ്ട്. ഈ ആൽക്കഹോൾ ഇല്ലെങ്കിൽ ഞാൻ ഞാൻ നിസ്സഹായിയാവും. പേടികൾ എന്നെ തിന്നും, ഞാൻ ചത്തുവും. ഈ ഒരു പേടി കാരണം ഇപ്പം ആര് ആൽക്കഹോളിനെ പറ്റി സംസാരിച്ചാലും എന്നെ അഡ്വൈസ് ചെയ്താലും ഞാൻ അവരെ തെളി നീക്കുമായിരുന്നു. അവരെ ഞാൻ എന്നിൽ നിന്ന് ദൂരെ നിർത്തുമായിരുന്നു. കാരണം അത്രയ്ക്കായിരുന്നു ആൽക്കഹോളിന് എന്നോടുള്ള ഹോൾഡ്. അതിപ്പോൾ ഈ സ്റ്റെപ്പിൽ വന്നപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു അറിവ് വരുന്ന, ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിൽ ഉണ്ടാകുക. ഒരു വ്യത്യസ്തമായിട്ടൊരു എന്നിൽ നിന്ന് തന്നെ ഒരു ദിവ്യ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു ഓർമ്മ എനിക്ക് വരികയാണ്, ഒരു വിചാരം വരികയാണ്. ഇതില്ലായിരുന്നു. ഞാൻ ആ ആദ്യത്തെ സ്റ്റെപ്പ്, അത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി, ഞാൻ സറണ്ടർ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു. ഐ എം ഫിനിഷ്ഡ്. ഇനി അങ്ങോട്ട് ഇതിൽ മുന്നോട്ട് ഇനിയും റെഫറൻസ് ഇല്ല. ഞാൻ എന്ത് കാണിച്ചാലും ഞാൻ രക്ഷപ്പെടത്തില്ല. അപ്പം രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഒരു കംപ്ലീറ്റ് സറണ്ടർ. ഒരു 100%. ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആത്മീയമായിട്ട് എടുക്കാൻ നോക്കുന്നത്, അങ്ങുള്ളിൽ നിന്ന്. അത് അങ്ങുള്ളിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ഇത് ഇവിടെ അവിടെ ആയിട്ട് പിന്നെയും പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ആദ്യത്തെ പഴി ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിച്ച് നമ്മുടെ ബലഹീനതകളും നമ്മുടെ അറിവുകേടും നമ്മുടെ വിചാരങ്ങളെ പറ്റിയൊക്കെ ഒരു രൂപം എടുത്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കാൻ. ആത്മീയമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മുടെ ഈ പ്രോഗ്രാം മുഴുവൻ ആത്മീയമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം ഞാൻ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിയുമ്പോൾ എന്നിൽ തന്നെ ഒരു പരിവർത്തനം ഉണ്ടാകുകയാണ്. ദർ ഇസ് എ ഡിഫറെൻ്റ്, ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിൽ ഉണ്ടാകുകയാണ് ത്രൂ ആ ഡിവൈൻ, ഒരു ആത്മീയ ശക്തിയിൽ കൂടെ. ഞാനും പലരും എനിക്ക് വേണ്ടി ഈ ട്രൈ ചെയ്തിട്ടുള്ള എൻ്റെ കുടി നിർത്താനായിട്ട്. പക്ഷേ ആരെക്കൊണ്ടും സാധിച്ചില്ല. 10, 22, 23 കൊല്ലം കുടിക്കണമെന്ന് ഇതൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര കുടിച്ചെന്നുള്ള, എന്തും വേണ്ടി അനുഭവിച്ചെന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് നോട്ടം എന്തുമായിരുന്നു, ഇത് സം ഡേ ഐ വിൽ മാനേജ് മൈ ആൽക്കഹോൾ. എങ്ങനെയും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റെ കുടിയെ ഞാൻ നിയന്ത്രിക്കുമോ എന്നുള്ളൊരു വിചാരത്തോടാണ് ഇന്നും ഞാൻ കുടിച്ചത്.
സോ ആ നിയന്ത്രണം ഒരിക്കലും വന്നില്ല. ദാറ്റ് ആ നിയന്ത്രണം വരുമെന്ന് വിചാരിച്ച് മണ്ണടി കാവിച്ച് കാലം നീട്ടിയിരിക്കുന്ന മാതിരിയായി ഞാൻ. ആ ഒരു 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 അവസ്ഥയിൽ നിന്നാണ് ഒരു ദിവ്യശക്തി എന്നിൽ കൂടെ പ്രവർത്തിച്ച് എന്നിൽ ഒരു കംപ്ലീറ്റ് ഒരു വേറെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നിൽ, ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിൽ ഉണ്ടാക്കുന്നത്. സോ ആ ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയൊരു വെളിച്ചപ്പാട് എനിക്കുണ്ടാകുന്നത്. എനിക്ക് ഈ കുടി എനിക്കും നിങ്ങളുടെ കുടി നിർത്താൻ. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് ഇപ്പോൾ ആദ്യം പോയ ക്ലാസ്സിൽ 10-45 പേരുണ്ടായിരുന്നു. എനിക്ക് ആദ്യം വിശ്വസിക്കാൻ വയ്യായിരുന്നു ഇവരെല്ലാം കൂടി നിർത്തിയിട്ടുള്ളവരാന്ന് വെച്ചാൽ ചിലരൊക്കെ ബീഡി മലിച്ചുകൊണ്ട് ബനിയനും ഇല്ലാതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഡീസൻ്റായിട്ട് കാറിലൊക്കെ വന്നിറങ്ങി നല്ല ഇതിലുള്ള തുണിയിലൊക്കെ വന്നിരുന്ന് നല്ല ഇന്ത്യ കിങ്സൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടുപേരും മിക്സ് ആയിരുന്നു. അപ്പം എനിക്ക് തന്നെ ഇതിനെപ്പറ്റി എന്തോ വിചാരിക്കേണ്ടിയെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാം സോബറാന്ന് പറയുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാ. ഈ മുന്നർ റോയിൽ ഇരിക്കുന്നവരാ സോബറാകാത്തവർ, ബാക്കിയുള്ളവരെല്ലാം സോബറായിട്ട് അല്ലെങ്കിൽ കുടി നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ ആ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞു കൂടിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഇച്ചിരി പ്രയാസമായിരുന്നെങ്കിലും ഈ ഒരു മാസം ഞാൻ കുടിച്ചില്ല. പ്ലസ് എൻ്റെ കൂടെ എന്നെ പ്രേരിപ്പിക്കാനും എനിക്ക് എൻകറേജ്മെൻറ്റ് തരാനുമായിട്ട് പലരും ഉണ്ട്. എന്നിട്ട് അവരെന്നെ നിന്നെ ഒരു ദിവ്യശക്തി, ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ്, കള്ളുകൂടന്മാരുടെ ഒരു കൂട്ടായ്മ GOD ഫാക്ടർ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കേൾക്കുന്നത് എനിക്ക് വലിയൊരു ദേഷ്യമായിരുന്നു. വെച്ചാൽ എൻ്റെ വിചാരത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത്രയും സഹിക്കണമായിരുന്നു, ഇത്രയും പ്രയാസത്തിൽ കൂടെ പോകണമായിരുന്നു. മറ്റുള്ളവരുടെ നിന്ന് എനിക്ക് എന്നെ തന്നെ ഇല്ലാത്ത മതിപ്പ്, പ്രയാസം, കാശില്ലായ്മ, രോഗങ്ങൾ, മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന വേണ്ടാതിനം കേൾക്കാൻ, എന്ത് പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ വേറെ ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മളെപ്പറ്റി വല്ലവരും ഈ ഫ്രണ്ട് റൂമിൽ നിന്ന് സംസാരിക്കുമ്പം അത് വളർന്നു പോകും. ഒരു വല്ലാത്ത ഒരു വേ ഓഫ് ലൈഫും ഫീലിങ്ങുമാണത്. പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ച ഒരു മാസമായപ്പോഴത്തേക്കും ഞാൻ കുടിക്കാതിരുന്ന ആ 10-25 ദിവസം കുടിക്കാതിരുന്നപ്പം എനിക്ക് തന്നെ ഒരു മതിപ്പ് എന്നെപ്പറ്റി ഉണ്ടായി. ഇനി എനിക്ക് കുടിക്കണ്ട എന്നുള്ളൊരു വിചാരം വരുന്നു. എന്നാലും പ്രയാസങ്ങളും മറ്റുള്ള ആർഗ്യുമെൻസും വരുമ്പം എൻ്റെ മനസ്സ് ഇമീഡിയറ്റ്ലി ഗോസ് ലെറ്റ്സ് ടേക്ക് എ ഡ്രിങ്ക്, ഒരു ഡ്രിങ്ക് എടുത്താൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിചാരം മനസ്സിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞാണ് രണ്ടാമത്തെ പടിയിലോട്ട് പോയി. came to believe that a power greater than myself could restore me to sanity. എന്നിൽ കവിഞ്ഞ ഒരു ശക്തി എന്നെ സുബോധത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസം ആ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായി. ഒരു അത്ഭുതം തന്നെയാണ്. എന്നെക്കൊണ്ട് ഒരിക്കലും നിർത്താനൊക്കാത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം ഇപ്പം ഞാൻ നിർത്തിയെന്ന് വെച്ചാൽ അത് സംഹൗ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും എനിക്കതിലൊരു ഫുൾ ഫെയ്ത്ത് വന്നിട്ടില്ല, ഒരു വിശ്വാസം വന്നിട്ടില്ല. എങ്കിലും അതാണ് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്ന എന്നിൽ കവിഞ്ഞ ഒരു ശക്തിയുടെ സഹായം എനിക്ക് വേണമെന്നുള്ളത്. ആ ഒരു ശക്തിയുടെ സഹായം ഉണ്ടെങ്കിലേ എന്നെ സുബോധത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരത്തുള്ളൂ. സുബോധം ഏത്? ആൽക്കഹോളിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള സുബോധം. ആൽക്കഹോൾ അല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം, എൻ്റെ അൺമാനേജബിലിറ്റി ആയിരുന്നു എൻ്റെ പ്രോബ്ലം. എനിക്കത് മനസ്സിലാക്കി തരാൻ ആ സുബോധം തന്നത് ഈ രണ്ടാമത്തെ പടി കൂടെ. came to believe. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. I came to believe. 3 സ്റ്റേജസിലാണ് നമ്മുടെ വിശ്വാസം വളരുന്നത്. ഞാൻ വന്നു, ഞാൻ വന്നിരുന്നു, ആൻഡ് I came to believe. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. സോ ഞാൻ ഒരു വിശ്വാസിയാകുകയാണ്. ഞാനൊരു ആ ഒരു കാലഘട്ടത്തിൽ അതൊന്നും തോന്നിയില്ല വിശ്വാസിയാകുക. ഞാൻ കുടിക്കാതിരിക്കുന്നു, പിന്നെ ബാക്കിയുള്ളവരുടെ ഇടയ്ക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കുന്നു. വീട്ടിൽ ഞാൻ കൂടി നിർത്തി ഏതാണ്ട് വലിയ ആനക്കാര്യം കാണിച്ച പോലെ ഞാൻ ഏതാണ്ട് നൊബേൽ പ്രൈസ് മേടിക്കാൻ പക്ഷെ ഒരു ആൽക്കഹോളിക്കിന് അത് അങ്ങനെ തോന്നുന്നത് വാസ്തവം.
എന്ന് വെച്ചാൽ മരിക്കാൻ കടന്ന ഒരു വ്യക്തിയാണ്, ഇപ്പം എണ്ണീച്ച് നടക്കുന്നു, സുബോധത്തോട് ചിന്തിക്കാൻ അറിയത്തില്ല. ആ ചിന്തയാണ്, ആ ചിന്തിക്കാനുള്ള ഒരു വഴിയാണ് ഈ സ്റ്റെപ്സിൽ കൂടെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അതൊരു താഴ്മയുടെയോ വിനയത്തിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ആൽക്കഹോളിൻ്റെ മുന്നിൽ ഞാൻ കൈകൂപ്പി ഞാൻ സമ്മതിച്ചു. അപ്പം രണ്ടാമത്തെ പടി ഞാൻ വരുമ്പോൾ ഞാൻ പറയുവാണ്, എന്നിൽ കവിഞ്ഞൊരു ശക്തിയുടെ സഹായം കൊണ്ടേ എനിക്ക് ഈ കുഴി നിർത്താനൊക്കത്തുള്ളൂ. I came to believe a power greater than myself could restore me to sanity. Restoring me to sanity. എന്നെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പം ഞാൻ ഭ്രാന്തനായിരുന്നോ? ഞാൻ സുബോധത്തോടല്ല എൻ്റെ ജീവിതം ജീവിച്ചത്. നമ്മുടെ ജീവിതങ്ങളെ ഒരു താള് മറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് സുബോധത്തോടായിരുന്നോ? ഒരു ലക്കം കാണും ഇല്ലാത്തൊരു ജീവിതമല്ലായിരുന്നോ? ജീവിക്കാൻ അറിയാൻ വയ്യാത്തത് ചില ഭ്രാന്തന്മാരുടെ കൂട്ടായിരുന്നു. ഭ്രാന്തന്മാർക്ക് പിന്നെയും വല്ല വിവരവും ഉണ്ടായിരിക്കും, എന്നാലും ഒരു ആൽക്കഹോളിക്കിന് അത്രമാത്രം ഇല്ലാത്ത വിവരവും ഇല്ലാത്ത ഒരു ജീവിതമാണ്. ഒന്നിനെപ്പറ്റി ഒരു വില കൽപ്പിക്കത്തില്ല, ഒന്നിനെപ്പറ്റി ഒരു റെസ്പെക്റ്റ് ഇല്ല. ജീവിച്ചു പോകുന്നു. എങ്ങനെ ജീവിച്ചു പോകുന്നു ചോദിച്ചാൽ അത് ദൈവകൃപ മാത്രമാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ അനുഭവത്തിൽ കൂടെ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പം എന്നെ പറ്റിയുള്ള വിചാരം ആ കാലത്തെ ദൈവത്തിന് എന്തോ ഉണ്ടായിരുന്നു. അത് കാരണമാണ് എന്നെ സോബറാക്കി. എത്രയോ കോടി മനുഷ്യർക്ക് ഈ ഡ്രിങ്കിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. എത്ര പേർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്? ഇല്ലല്ലോ. വളരെ വളരെ ചുരുക്കമായിട്ടുള്ളവർക്കേ ഉള്ളൂ. അപ്പോൾ അതിലൊന്ന് ഞാനാകുമ്പോൾ അത് തന്നെ ഞാൻ ചിന്തിക്കുമ്പം ഒരു വലിയൊരു റിലീഫ് പോലെ, ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ സ്പെഷ്യലാണെന്നുള്ളത്. ദൈവം എന്നെ സ്പെഷ്യലായിട്ട് സൃഷ്ടിച്ചതാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു മാസ്റ്റർ പീസ് ആണ് ഉണ്ടാക്കിയത്. ദൈവം ഒരു വ്യക്തിത്വമുള്ള ഒരു സൃഷ്ടിയാണ് സൃഷ്ടിച്ചത്. അത് പക്ഷെ ഞാൻ ആ സൃഷ്ടിയെ ഇഷ്ടപ്പെടാതെ അതിനെ കുറ്റം കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു പണിയായിരുന്നു എനിക്ക്. ഇന്ന് പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ നടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നെപ്പറ്റി തന്നെ അറിയുവാനുള്ള കഴിവും കുടി നിർത്താനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചെങ്കിലേ ഞാൻ ആയിരിക്കുന്നിടത്ത് ആകാനൊക്കത്തുള്ളൂ എന്നുള്ള ഒരു മതിപ്പ് ഇപ്പം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ പടിയിൽ ഐ കേം ടു ബിലീവ്, ഞാൻ ആ വിശ്വാസത്തിലേക്ക് വന്നാണ് ദാറ്റ് എ പവർ, എന്നിൽ കവിഞ്ഞ ഒരു ശക്തി എന്നെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. നമ്മൾ ആ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പം ചിലർ ഒരു ദിവസം സോബറാ, ചിലർ 10 വർഷം സോബറാ, ചിലർ 8 മാസം സോബറാ. എല്ലാവരുടെയും സോബറായിട്ട് ഇന്നത്തെ കണ്ടിൻജൻറ്റ് മാത്രമേ ഉള്ളൂ. നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇന്നത്തെ ദിവസം വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവകൃപയുണ്ട് ഈ കൂട്ടായ്മയിൽ വന്ന് കൂടിയിരിക്കാൻ. അപ്പം എന്നെ സുബോധത്തിലോട്ട് കൊണ്ടുവന്നത് ഇവിടെ ഈ കൂട്ടായ്മയാണ്. ഈ ദിവ്യ ശക്തിയാണ് ഈ കൂട്ടായ്മയിലോട്ട് കൊണ്ടുവന്ന് സുബോധത്തോട് ജീവിക്കാനുള്ള ഒരു ജീവിതം എനിക്ക് കാണിച്ചു തരുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഉള്ള റെസ്പെക്റ്റ്, എൻ്റെ സമുദായത്തിൽ എനിക്കുള്ള റെസ്പെക്റ്റ്, ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പതുക്കെ തിരികെ വരും. പക്ഷെ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തില്ലെങ്കിൽ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെയും എൻ്റെ അഹങ്കാരവും എൻ്റെ ഈ മനസ്സില്ലായ്മയും ഒക്കെ കൂടെ പിന്നെയും എന്നെ കുടിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഐ ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. പലരും ഈ വന്നു കഴിഞ്ഞിട്ട് പറയും ഞാൻ സ്ലിപ്പായി, അയ്യോ ഞാൻ പോയി കുടിച്ചു. അതിന് കാരണം എന്തോ, എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതം ഞാൻ വികസിപ്പിച്ചിട്ടില്ല. ഈ ആത്മീയ ജീവിതം ഞാൻ വികസിപ്പിക്കുവാണെങ്കിലേ എനിക്ക് തൃപ്തിയോടെ എനിക്ക് സോബറായിട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. എനിക്ക് മറ്റുള്ളവരുടെ ജീവിതവും മറ്റുള്ളവരുടെ കാര്യങ്ങളും ജീവിത കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഇത് ഉൾക്കൊള്ളാൻ വയ്യാത്ത കൊണ്ടല്ലേ ഞാൻ കുടിച്ചത്. അപ്പോൾ ഈ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ ഈ ദൈവസഹായം രണ്ടാമത്തെ പടി തുറന്ന് എന്നെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നെന്ന് പറയും. സോ അത് കഴിയുമ്പം അതുകൊണ്ട് നിർത്തി വെക്കുമോ? അപ്പം ഞാൻ അംഗീകരിക്കണ്ടേ ഈ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു തോന്നലെന്ന് പറയുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ അതാണ് മൂന്നാം പടി വരുന്നത്, മെയ്ഡ് എ ഡിസിഷൻ. ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളും ഭാരങ്ങളും എല്ലാം ദൈവം മുമ്പാകെ ഞാൻ സമർപ്പിക്കാൻ പോകും. മെയ്ഡ് എ ഡിസിഷൻ ടു ടേൺ. ഞാൻ പോകുന്ന വഴി ശരിയായിട്ടുള്ള വഴിയല്ല. ഞാൻ ആ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവ വഴിയിലേക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. ഐ ടേൺ മൈ വിൽ ആൻഡ് മൈ ലൈഫ്. വിൽ എൻ്റെ ചിന്ത, എൻ്റെ ആഗ്രഹങ്ങൾ, മൈ ലൈഫ്, എൻ്റെ ജീവിതവും എൻ്റെ ആഗ്രഹവും എൻ്റെ ജീവിതം എല്ലാം ഞാൻ ദൈവം മുമ്പാകെ സമർപ്പിക്കും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ ദിവസവും ഞാൻ രാവിലെ എണീച്ച ദൈവമേ നിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതിനെപ്പറ്റി അങ്ങ് മാറുന്നു. പിന്നെ എൻ്റെ ഹിതമാണ്. പിന്നെ എന്തെങ്കിലും കോലാഹലം ഉണ്ടായി കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോൾ, ദൈവമേ ഫോർഗിവ് മീ എന്ന് പറയുന്നത്. സോ അതൊരു ഒരു 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 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല അത്. ബിക്കോസ് സെൽഫിൽ എന്ന് പറഞ്ഞാൽ തൻകാര്യം എപ്പോഴും മുന്നേ നിൽക്കും. ആ തൻകാര്യത്തെ നമ്മൾ ഒരു അടപ്പിട്ട് കൺട്രോൾ ചെയ്ത് വെക്കാൻ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് പക്ഷേ ഞാൻ എല്ലാത്തിലും തികഞ്ഞ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്നുള്ള ഒരു വിചാരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ദൈവം ഹിതം മാനിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിൽ ഞാൻ ആ പ്രോഗ്രാം നമ്മളെ വിധിച്ചിട്ടോ പറഞ്ഞു തന്നിട്ടുള്ള പോലെ ചെയ്തില്ലെങ്കിൽ കൊട്ട് ഷുവറായിട്ടും കിട്ടും. പക്ഷെ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എന്തും വേണ്ടി പ്രോബ്ലംസാണ് എൻ്റെ തലയിൽ ഞാൻ കൊണ്ടു നടന്നത്. പേടി, വ്യക്തിവൈരാഗ്യം, മറ്റുള്ളവരുമായിട്ടുള്ള കുശുമ്പും കുഞ്ഞായ്മയും, മറ്റുള്ളവരുടെ സെക്ഷുവലായിട്ടുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം തലയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു സൊല്യൂഷൻ ഇല്ലാതെ കിടന്നുകൊണ്ട് കാര്യം ചില ഭൂതങ്ങൾ കയറി ഇരിക്കുന്ന പോലെ കിടക്കുക അതിനൊരു സൊല്യൂഷനില്ല. ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ പ്രോബ്ലംസൊക്കെ വരുമ്പോൾ ഞാൻ അതെടുത്ത് അങ്ങ് വിഴുങ്ങും അത്. സോ ഇതെല്ലാം എൻ്റെ മനസ്സിനകത്ത് കിടന്ന് ഇങ്ങനെ തിങ്ങി കൂടി കിടക്കുവാണ്. എപ്പോഴാ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊട്ടിത്തെറിക്കും. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് മാറണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ആദ്യം നമ്മുടെ ഈ പ്രയാസങ്ങൾ ദൈവം മുമ്പാകെ നമ്മളെ സമർപ്പിക്കണം, ദൈവം മുമ്പാകെ കൊണ്ടുവെക്കണം. ഒരു ശിശു അവൻ്റെ പിതാവിൻ്റെ മുന്നേ കൊണ്ടുവന്ന് അവൻ്റെ പ്രോബ്ലംസ് കാണിക്കുന്ന പോലെ എൻ്റെ ഫാദറിൻ്റെ മുന്നിൽ എനിക്കെന്തെങ്കിലും കാശിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് വല്ല പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള വല്ല പ്രോബ്ലംസ് ഉണ്ടോ, എൻ്റെ ഫാദറിനോട് സംസാരിക്കാൻ എനിക്ക് ഫ്രീഡം ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു സ്പോൺസർ ഉണ്ടാവും. ആ സ്പോൺസറിനോട് സംസാരിച്ച് ആ ഒരു സബ്ജക്റ്റിന് ഒരു തീരുമാനം, ഒരു സൊല്യൂഷൻ കണ്ടെത്തുമായിരുന്നു. സോ ആ ഫാദറിനിടയ്ക്ക് പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. ഇപ്പം ഞാൻ വിചാരിക്കുന്ന അല്ലല്ലോ എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം ഇത്. പക്ഷെ എൻ്റെ തലയിൽ ഞാൻ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാത്തതിൻ്റെ കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ് എപ്പോഴും റൈറ്റ് എന്നുള്ള ഒരു ഇതാണ്. ഈ ബിഗ് ബുക്കിൻ്റെ 62-ാമത്തെ പേജിൽ, ഇംഗ്ലീഷ് പേജിൽ ഉള്ളത് സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ് that we think is the root of our problem. Selfishness, തൽക്കാര്യം, സ്വാർത്ഥതയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അതിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം അതിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ ഒരു ദൈവകൃപ അല്ലെങ്കിൽ ഒരു സഹായം ഇല്ലെങ്കിൽ പറ്റത്തില്ല. അത്ര വലിയ ഭാരമാണ് നമ്മളത് കൊണ്ട് നടക്കുന്നത്. ഇത് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഈ ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാൻ ഈ കുടിക്കുന്നത്. ഇപ്പോൾ ആ കുടി നിർത്തി ഈ ദൈവമായിട്ട് ഈ ഗോഡ് ഫാക്ടർ എൻ്റെ കള്ളിന് പകരം അല്ലെങ്കിൽ ആൽക്കഹോളിന് മദ്യത്തിന് പകരം ഈ ഗോഡ് ഫാക്ടറുമായിട്ടത് ഞാൻ വാട്ട് യു കോൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പം
കള്ളാണെങ്കിൽ കുടിച്ചാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് കിട്ടും. പക്ഷെ ഈ പ്രെയർ ആൻഡ് മെഡിറ്റേഷനും ഒക്കെ കഴിയുമ്പോൾ ഒരു ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അത് തെളിഞ്ഞു വരാൻ ഇച്ചിരി സമയമെടുക്കും. പക്ഷെ എന്നെ പോലുള്ള ആൽക്കഹോളിക്കിന് എല്ലാം ഉടനെ നടക്കണമെന്നുള്ള വിചാരക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് കുറെ കൂടെ ഒക്കെ തല്ലുകൊണ്ടിട്ട് മിക്കുള്ളവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഫാക്ടർ, ഗോഡ് ഫാക്ടർ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം കൊടുക്കുന്ന, പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ സ്കൂളിൽ പോകുന്ന ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ അവരേക്കായി വെയിറ്റ് ഉണ്ട് അവരുടെ ബാഗിന്. പിന്നെ സ്കൂൾ ബസ്സും കയറി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ റൈഡ് കരുത് അല്ലെങ്കിൽ കയറി പോയി വരുമ്പോൾ ചിലപ്പം ആ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്ക് വളരെ ക്ഷീണിതനായിരിക്കും. അപ്പം ഒരു ദിവസം നോക്കുമ്പം അവൻ്റെ ആ കൊച്ചിൻ്റെ പിതാവ് സ്കൂളിൽ പോയി അവനെ എടുക്കാൻ ചിന്തിക്കുന്നു. അപ്പം ആ സ്കൂളിൽ ആ കൊച്ച് അവൻ്റെ ഫാദറിനെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് വീഴുന്ന സന്തോഷം ഒന്നും അറിയിക്കാനില്ല. അപ്പോഴത്തേക്ക് അവൻ്റെ ഭാരം, അവൻ്റെ സ്കൂൾ ബുക്സ് അവന് ഭാരമായിട്ട് തോന്നുന്ന അവൻ്റെ ഫാദർ എടുക്കുവാണ്. അവൻ്റെ ഭാരം അത്രയും ലൈറ്റായി. അവനിപ്പം പിന്നെയും അവന് ഉറക്കം വന്ന് ക്ഷീണിതനായ റീജുവനേറ്റഡായി. അവൻ്റെ കൂട്ടുകാരുടെ പോയി കളിക്കാനൊക്കെ പ്രേരിപ്പിച്ചു. സോ ആ ഒരു കാര്യം നമ്മുടെ ഈ 2-3 പടിയിൽ ദൈവം മുമ്പാകെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പേ സമർപ്പിക്കുകയാണ്. അപ്പം നമുക്കൊരു വലിയ ഒരു വിടുതൽ കിട്ടിയ പോലാണ് ആ ഒരു ഇത്. വേറെ ഒരു കഥ പറയുന്നത്, 3 മാക്രികൾ ഒരു കുളത്തിൽ ഒരു തണ്ടയിൽ ഇരിക്കുവാണ്. ആ തണ്ടയിൽ ഒരു മാക്രി അവിടെ ഇരുന്ന് പറയും, ഞാൻ ചിന്തിക്കും, ഞാൻ ചാടാൻ പോവുക, വെള്ളത്തിലോട്ട് ചാടാൻ പോവുക എന്ന്. അപ്പം എത്ര മാക്രിയുണ്ട്? മിക്കുള്ളവരും പറയും 2 ഉണ്ടെന്ന്. പക്ഷേ ഒരു മാക്രി ചിന്തിച്ചിട്ടേ ഉള്ളൂ അത് ചാടാൻ പോവുകയാണ്, അത് ചാടിയിട്ടില്ല. അത് ഡിസൈഡഡ് ടു ജംപ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം, നമ്മൾ ദൈവം മുമ്പാകെ എന്നും നമ്മൾ ഡിസൈഡ് ചെയ്യുക, നമ്മൾ പ്രയത്നിക്കുവാണ്. ഞാനൊരു കാർ മേടിക്കാൻ വിചാരിക്കുക, ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചില്ലല്ലോ. സോ വീട് പണിയണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞാൻ ഓരോ തീരുമാനം എടുക്കുവാണ്. ആ തീരുമാനത്തിലോട്ട് പിന്നെ വി ക്യാൻ വർക്ക് ടുവേർഡ്സ് ദോസ് ഡിസിഷൻസ് പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഒരു തീരുമാനവും എടുക്കാൻ റെഡിയല്ലായിരുന്നു. ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാമാണ് എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലോട്ട് കൊണ്ടുവന്നത്. ആ തീരുമാനത്തിൽ നിന്നാണ് എനിക്ക് പറ്റിയ അനുഭവങ്ങളെല്ലാം കാരണം എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൊണ്ടുവന്നത്. സോ ഐ ഹാവ് ടു എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ അമ്മ, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഫാദർ, ഇവരൊക്കെയാണ് എനിക്ക് വേണ്ടി തീരുമാനം എടുത്തത്. കാരണം ഞാൻ തീരുമാനം എടുക്കാൻ അർഹനല്ലായിരുന്നു. എടുത്ത തീരുമാനം മുഴുവൻ പൊട്ട തീരുമാനങ്ങളായിരുന്നു. അതെൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് ആണെങ്കിലും കാശാണെങ്കിലും മറ്റുള്ള ഏതൊരു സോഷ്യലായിട്ടുള്ള ഇവൻ്റ് ആണെങ്കിലും ഇതിലൊന്നിനും ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ അല്ലായിരുന്നു. പക്ഷേ ഈ 3ാം പടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുത്ത് അത് നിവർത്തിക്കാനൂടെ എനിക്ക് ആ കഴിവുണ്ടായി. കാരണം മനസ്സിനൊരു സ്ഥിരത വന്നു പോയി 3ാം പടി വന്നപ്പോഴത്തേക്ക്. ഞാനല്ല ഈ ജീവിതം നിയന്ത്രിക്കുന്ന, എന്നിൽ കവിഞ്ഞൊരു ശക്തിയാണ് എന്നെ കൊണ്ട് ഈ ജീവിതം നിയന്ത്രിക്കുന്നത്. ഞാൻ കൂടെ ചെയ്യേണ്ടത് വിട്ടുകൊടുക്കുക. ലെറ്റ് ഗോഡ്. ഞാൻ വിട്ടുകൊടുത്തിട്ട് ദൈവം എൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കട്ടെ എന്നുള്ള ഒരു വിചാരം. അത് ആദ്യത്തെ പ്രാവശ്യം പറ്റത്തില്ല. ഈ സെൽഫിൽ പിന്നെയും വരും. പക്ഷെ അത് പ്രാക്ടീസ് കൂടെ നമുക്കത് നിറവേറ്റാൻ പറ്റും. സോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഈ 3ാം പടിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു തൃപ്തിയാണ്, ഒരു പ്രത്യേകതര തൃപ്തിയാണ്. കാരണം ഈ ബുക്കിനകത്ത് എഴുതിയ പോലെ ഡീപ്പ് വിതിൻ എവറി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് ഗോഡ്. സോ എൻ്റെ ജന്മനാൽ തന്നെ ദൈവികമായിട്ടുള്ളൊരു വികാരം എന്നിലുണ്ട്. അത് പക്ഷേ പലതരമായിട്ടുള്ള ഇൻസിഡൻസ്, കലാമിറ്റി, പോംപ് ആൻഡ് അതർ ഇഷ്യൂസ് കാരണം അത് മറഞ്ഞിരിക്കുമായിരുന്നു. അതിനെ ഇപ്പം തുറന്ന് അതിനെ വികസിപ്പിച്ച് അതിൽ വളരുവാനുള്ള ജന്മനാലുള്ള ഒരു വരം നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ്.
ആ ഒരു വരത്തിന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താൽ അത് ഉടനെ പറയുന്നത് 4-ാം പടിയിലോട്ട് പോകണമെന്ന്. പക്ഷേ ആ ഒരു വിചാരം എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളവർക്കേ അത് മനസ്സിലാകുകയുള്ളൂ. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ദൈവത്തിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് അത് നമ്മുടെ എളിമയാണ്. വി ആർ ഹമ്പിളി ചെയ്യുവാണ് നമ്മൾ. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് അബൌട്ട് ഹ്യൂമിലിറ്റി. നമ്മുടെ ഈഗോയെ ഫ്ലാറ്റൻ ചെയ്ത് നമ്മളെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാനും നമ്മളോട് തന്നെ ആദ്യത്തെ ഈ 3 പടി നമ്മൾ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് ഒരുപാട് നമ്മളിൽ തന്നെ ഉള്ള ദൂഷ്യങ്ങൾക്ക് പരിഹാരം കിട്ടുവാണ്. ഞാൻ എന്നെ തന്നെ ക്ഷമിക്കാൻ തുടങ്ങി. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം പറ്റിയതെന്ന ഒരു വിചാരം വരുമ്പം എനിക്ക് തന്നെ എന്നെ ക്ഷമിക്കാനുള്ള ഒരു ആഗ്രഹം വരുന്നുണ്ട്. ആ ആഗ്രഹം നിറവേറ്റാനാണ് സ്റ്റെപ്പ് 3 കഴിഞ്ഞിട്ട് 4-ലോട്ടും 5-ലോട്ടും ഒക്കെ പോകുന്നത്. സോ ഈ 12 പടി നമുക്ക് തന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ സംസാരിച്ചതുപോലെ, ഈ അടിമത്തത്തിൽ നിന്ന് കിട്ടിയ സ്വാതന്ത്ര്യം എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, ദൈവകൃപയും ദൈവകരുണയും ഇതായാലും എങ്ങനെ അത് ഉപയോഗിക്കണമെന്നുള്ള ഒരു വഴി കാണിച്ചു തരുന്നതാണ് ഈ പ്രോഗ്രാം. സോ ഓരോരുത്തർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെട്ടത്. പക്ഷെ ആൽക്കഹോള് നമ്മളെ എല്ലാവരെയും അവസാനം ട്രീറ്റ് ചെയ്തത് ഒരുപോലാണ്. ആ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളെ ഒരുമിച്ച് ഇവിടെ കാണാൻ പറ്റിച്ചത്. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഭവമായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. വല്ല ചോദ്യമുണ്ടെങ്കിൽ ഐ എം റെഡി ടു ആൻസർ. താങ്ക് യു. താങ്ക് യു. ഇത്ര നേരം കൊടുത്ത് ആയിരുന്നുണ്ട്